സന്തോഷം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി മിനിസ്റ്റർ, അതായത് ഒരു പ്രേക്ഷകൻ ജോസ് മാത്യുവിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നവകേരളത്തിലൂടെ പല കാര്യങ്ങളും ജനങ്ങളോട് വിശദീകരിക്കുകയാണ്. പഴയ രാഷ്ട്രീയത്തിലെ വാർത്താ ബോർഡുകളിലെ നമ്മുടെ നാടുകളിൽ എല്ലാ പാർട്ടികൾക്കും, വിശേഷിച്ച് ഇടതുപക്ഷ പാർട്ടികൾ, CPM അത് വളരെ കൂടുതലായിരുന്നു. പോഷക സംഘടനകളുടെയും വർഗ്ഗബഹുജന സംഘടനകളുടെയൊക്കെ വാർത്താ ബോർഡുകൾ. ഇപ്പോൾ മിനിസ്റ്റർ സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഇത്തരം വാർത്താ ബോർഡുകൾ സജീവമാക്കിക്കൂടെ എന്ന് ചോദിക്കുക. പുതിയ കാലത്തെ പ്രചാരണത്തിൻ്റെ സമൂഹമാധ്യമ സ്വാധീനം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ വാർത്താ ബോർഡുകൾ കൂടി ആയിക്കൂടെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൂടെ? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അത് കൃത്യമായി വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ പ്രേക്ഷകൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. മുമ്പ് ആ വാർത്താ ബോർഡുകൾ ഉണ്ടായിരുന്നു, അത് പലതും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇപ്പം നമുക്കുള്ളൊരു പ്രശ്നം, നമ്മളുണ്ടായിരുന്ന ദൗർബല്യം അതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന മെഷീനറികൾ അഭാവമുണ്ട്. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നാൽ, ചില തെറ്റായ കാര്യങ്ങൾ വന്നാൽ, ഉദാഹരണം വീണ ജോർജിനെതിരായി ആഫീസിൽ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട ആക്ഷേപം വന്നപ്പോൾ അത് പൊളിച്ചടുക്കി കൊടുത്ത് കൈരളിയാണ്. അതുപോലെ മറ്റേതെങ്കിലും ഒരു മാധ്യമം ഇത് ചേർക്കാൻ തയ്യാറാവും. അത് തെറ്റാണെന്ന് വന്നപ്പോൾ ആ തെറ്റാണെന്നുള്ള വാർത്ത അവർ കൊടുക്കണ്ടേ? ആദ്യം ഇത് ഉന്നയിച്ചവർ അത് കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ധാരാളം വരികയാണ്. ചില മാധ്യമങ്ങൾ ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും, അതൊരു വലിയ രൂപത്തിൽ അന്തരീക്ഷത്തിൽ പുകമറ സൃഷ്ടിക്കും. അതിൻ്റെ യാഥാർത്ഥ്യം കൈരളി അവതരിപ്പിച്ച് വരുമ്പോഴേക്കും പിന്നെ മറ്റവരത് വിട്ടു, അവർ വേറെ കാര്യങ്ങളിലേക്ക് പോയി. ഇതാണ് നടക്കുന്ന സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് കൈരളിക്കുള്ള ഒരു പ്രാധാന്യം എപ്പോഴും ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ, എനിക്ക് തോന്നുന്നത് കൈരളിയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് ബഹുജനങ്ങൾ മുമ്പ് ഒരുപക്ഷെ പല രൂപത്തിൽ ചില ചായവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആസ്വദിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കൈരളി രണ്ടു പക്ഷവും അറിയണം എന്ന രൂപത്തിലേക്ക് കൈരളിക്ക് കൂടുതൽ ഇന്ന് സ്വീകാര്യത വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നുണ്ട് ഇതിനോടൊരു താല്പര്യമുള്ളവർ ഇതെല്ലാം വെച്ച് അപ്പോൾ കാണാൻ വേണ്ടി ശ്രമിക്കും. അത് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ റേറ്റിംഗ് വലിയ രൂപത്തിൽ വന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും. വലിയ തോതിൽ റെസ്പോൺസാണ്. അപ്പോൾ ഇത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റും നിങ്ങളതിൻ്റെ എല്ലാ വശങ്ങളും സംഭരിക്കുന്നുണ്ട്. ഈ നല്ല സൃഷ്ടിപരമായ വിമർശനങ്ങളും നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, മന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചതെല്ലാം അങ്ങനെ സൃഷ്ടിപരമായ വിമർശനങ്ങൾ കൂടി നമുക്ക് സ്വാഗതം ചെയ്യണം. അപ്പോഴേ അതിൽ നിന്ന് പുതിയ വിവരങ്ങൾ പുറത്തു വരികയും വരികയും നമുക്കുള്ള ന്യൂനത തിരുത്തിപ്പോകാനും പറ്റും. യെസ്, അതാണ് അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ്.